ഓക്കെ റെഡി. ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു കിടിലൻ ഗെയിം ആയിട്ടാണ്. ഗെയിം ഏതാ പല ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ പബ്ജി ആയിട്ടാണ് ഗൈസ്, BGMI ആയിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഗൈസ് കളിക്കുന്നത്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് പറയാം പ്ലീസ്. കളിക്കാനൊന്നും അറിയില്ല, അപ്പോൾ എല്ലാവരും ഒന്ന് പറയാം. നമുക്ക് സ്റ്റാർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാം. സ്റ്റാർട്ടായി വരട്ടെ ഗൈസ്. അപ്പോൾ ഗെയിമും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് എല്ലാം കാര്യങ്ങളൊക്കെ കണ്ടു തുടങ്ങാം. അതായത് ഇതൊക്കെ വലിയ വലിയ പബ്ജി പ്ലേയേഴ്സാണ് ഗൈസ്, മനസ്സിലാവും. ഇത് നൈസ് കേട്ടോ, ഇവിടെ അത്യാവശ്യം നല്ല ഗ്രാഫിക്സ് ഉണ്ട്. ഗൈസ് ഗെയിം വൈസ്, അതായത് ഗെയിം കമ്പയർ ചെയ്യാൻ പറ്റൂ ഗൈസ്. പിന്നെ ഫ്രീ ഫയറും പബ്ജിയും കമ്പയർ ചെയ്തപ്പോൾ കുറേ ആൾക്കാർ കളിക്കുന്നുണ്ട്. അതായത് ഞാൻ ഒന്നടിക്ക് അറിയില്ല, രണ്ടടിപൊളി ഗെയിമാണ്, അത്ര അടിക്ക് അറിയില്ല. അല്ലാതെ ഫ്രീ ഫയർ ഉണ്ട്, പബ്ജി അങ്ങനെ പറഞ്ഞിട്ട് കാലിൽ സീരിയസ് ആയിട്ട്. പബ്ജി ഉള്ളിലാണ് രസമുണ്ട്, അതേപോലെ ഫ്രീ ഫയർ രസമുണ്ട്. ഇതൊക്കെ എന്തായാലും സ്കൂളിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സ്കൂളിലൊക്കെ പറയാൻ പറ്റും. ഇത് കളിക്കാനൊന്നും അറിയില്ല. അപ്പോൾ അത്യാവശ്യം കളിക്കാൻ അറിയുന്നവർക്ക് അതെങ്ങനെ കളിക്കണ്ടേ, ഇങ്ങനെ ഇവൻ്റൊക്കെ ഇതാക്കുക അങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞത് യൂസ്. മറ്റൊരു ടോപ്പിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞത്. ടോപ്പിക്ക് ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യും, ടോപ്പിക്ക് എങ്ങനെ ചെയ്യാനോ ടോപ്പിക്ക് ചെയ്യാനുണ്ടോ എന്നൊക്കെ ഒന്ന് പറഞ്ഞുതരാം. കളിക്കാൻ അറിയുന്നവരൊന്ന് പറഞ്ഞത് യെസ്. കളിക്കുന്നവരും പറഞ്ഞു സീനൊന്നുമില്ല യെസ്. ഒറ്റ മിനിറ്റേഷൻ താഴെ ഇറങ്ങട്ടെ. ഫേസ്ബുക്ക് ഡോറും കാര്യങ്ങളൊക്കെ നടക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ കളിക്കാനും കാര്യങ്ങളൊക്കെ അറിയില്ല, ഞാൻ പിന്നെയും പറയാണ്. ഇറങ്ങിയപ്പോൾ തന്നെ ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഷോർട്ട് ഗണ്ണ് കിട്ടിയിട്ടുണ്ട്. 28 സ്ക്രീനാണ്. എനിക്ക് കൂളർ ഓണാക്കാനുണ്ട്, പക്ഷേ നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനോട് ഞാൻ ഓണാക്കില്ല. മുകളിലേക്ക് നേരെ കയറിപ്പോൾ സ്കൂളിൻ്റെ മുകളിൽ തീരെ കളിക്കാൻ അറിയില്ല കേട്ടോ. ആ ഒരു ചീറ്റിൻ്റെ വരെ കളിക്കാൻ നിൽക്കരുത്. നല്ല ഗണ്ണ് ഏതാന്നൊക്കെ പറഞ്ഞത് നല്ല ഗണ്ണാണ് ഗൈസ്. ഈ ഗണ്ണ് രസമില്ല, അതുകൊണ്ട് നമുക്ക് എന്തായാലും അത്യാവശ്യം സ്കാറും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ സ്കാർ എടുക്കാം. ഞാൻ എപ്പോഴും ഇട്ട് കളിക്കുന്ന ഗണ്ണാണ് സ്കാർ. അതിൽ ഈ സ്കോപ്പ് ഫസ്റ്റ് തന്നെ കിട്ടി, സെറ്റാണ്. ഓക്കെ, എന്തായാലും നമുക്ക് താഴേക്കും കാര്യങ്ങളൊക്കെ ഇറങ്ങാൻ. മുകളിൽ നിന്നാൽ ഇവിടെ സാധാരണ എനിമീസൊക്കെ വരേണ്ടതാണ്, ആരും കണ്ടില്ലേ. ഈ കൂളർ ഇടാൻ നിൽക്കാതെ ഞാൻ കൂളർ ഇടാൻ പോകും. കുറച്ച് സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, അതൊന്ന് കുറച്ച് സമയത്തേക്ക് ക്ഷമിച്ചാൽ മതി. കാരണം അത്രയും ചൂടാണ്. കോഴിക്കോടത്തെ അവസ്ഥയൊക്കെ അറിയാമല്ലോ, വേനൽ മഴയൊക്കെ പെയ്യുന്നുണ്ട്, പക്ഷെ അതിനനുസരിച്ച് നല്ല ചൂടുമുണ്ട്. അപ്പം നമുക്ക് എന്തായാലും ഗണ്ണും കാര്യങ്ങളും എടുക്കുക. ഡ്രൗണ്ടോ ആരെയാ ഏതൊരു മൊണ്ട ഡ്രൗണ്ടായി ചത്തിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് കളിയിലേക്ക് അറിയാത്തതുകൊണ്ട് എനിക്ക് നീന്താനൊന്നും കഴിയില്ല. അപ്പം ഞാനും ഡ്രൗണ്ടായി വെള്ളത്തിൽ മുങ്ങി തന്നെയാണ് ചത്തത്. ഇതിൽ വെള്ളത്തിൽ മുങ്ങി ചാവുന്ന തന്നെയല്ലേ ഡ്രൗണ്ട് എന്ന് പറയാം. അറിയില്ല കേട്ടോ, സീരിയസ് ആയിട്ടേ. ഞാൻ ഓരോരോ പൊട്ടത്തരൊക്കെ കാണിക്കും, എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. ഞാൻ പിന്നെയും പറയുകയാണെങ്കിൽ ഇത് അറിയില്ല കളിക്കാൻ. രസമോ എനിക്കിപ്പോൾ അറിയുന്ന കുറച്ച് ഗണ്ണച്ച ഇതിൽ ഇതെന്താ മിഷങ്ങ മസിലാണ് ഗൈസ്. ഇവിടുന്ന് അങ്ങോട്ട് ചാടാൻ പറ്റുമോ? താഴേക്കാണ് ഹെൽത്ത് പോലെ. മൂഞ്ചിട്ടുണ്ട്. ഓക്കെ, നമ്മളെ ഹെൽത്തും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ഇതിലിപ്പോൾ എന്തൊക്കെ ഇവൻ്റൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അറിയാം.
ഇവിടെ നിന്ന് ആരും ഇല്ലല്ലോ ഗൈസ്. ഏതെങ്കിലും എനിമിനെ കാണുമ്പോൾ ഞാൻ വീഡിയോ ആണ് ഗൈസ്. ഈ സീനാണ്. ഒരു ഗൈസ് എടുക്കാൻ ഞാൻ ചാർജർ എടുക്കാൻ പോയപ്പോൾ ഒരു എനിമിൻ്റെ ബാക്കിൽ വന്ന് കുത്തിക്കുന്നു. എന്തായാലും കില്ലും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ചാർജർ എടുക്കാൻ പോയത് വേറെ ഓക്കെ. ചാർജർ കാര്യങ്ങളൊക്കെ ഇടാം. എല്ലാം സീനാണ്. ഓക്കെ. കൂളറിൻ്റെ നല്ല സൗണ്ട് ഉണ്ടാക്കാണ്. ഞാൻ കൂളറിൻ്റെ തൊട്ട് തണുക്കുന്നത് ഇട്ടിട്ട് കളിക്കരുത് നോക്കിയൊക്കെ ആൾക്കാർ പറയുന്നത്. ഞാൻ ഇപ്പോൾ ഒരു വീടെടുത്തിൻ്റെ ഹര പോണേ. എന്നിട്ട് പാമ്പോ എങ്ങോട്ടത് നീങ്ങി പോണേ. അയ്യോ താഴെ വരെ ഓടിയിട്ടാണ് എത്താണ്. ഫോറസ്റ്റ് സ്കോപ്പ് കിട്ടിയിട്ടുണ്ട്. ഫോറസ്റ്റ് സ്കോപ്പ് തന്നെ ഇതിന് സ്കോപ്പ് കാണില്ലല്ലോ. സ്കോപ്പ് കാണിച്ചിട്ടല്ലോ. എന്തായാലും സ്കാറിനോട് കാര്യങ്ങളൊക്കെയാണ് തീർത്തിട്ടുള്ളത്. ഇനി വേറെ എനിമീസിനൊന്നും കാണില്ല. നോക്കിയിട്ടുണ്ട് ഞാൻ. ഞാൻ എന്തായാലും അടുത്ത എനിമയും കാര്യങ്ങളൊക്കെ അപ്പോഴാണ് ഗൈസ് ഞാനൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. എൻ്റെ ടീം ഫുള്ള് വൈപ്പായിട്ടുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് വൈപ്പായിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ മാത്രമാണ് കളിക്കുന്നത്. അപ്പോൾ വേറെ അടുത്ത് റിവൈവ് ആയിടാം. റിവൈവ് ആയി വന്നത് ആ ബ്രൗണിയോ ഓനെ റിവൈവ് ആയി വന്നത്. പക്ഷേ നമ്മുടെ ടീമത്തെ 2 ആൾക്കാർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തായാലും പോച്ച് ഇങ്ങനത്തെ ഓരോരോ പൊട്ടത്തരം ഞാൻ കാണും. ഞാൻ തപ്പോൾ അത് കണ്ടിട്ട് എനിമയാണ് വിചാരിച്ചു. ആ ബ്ലാക്ക് അല്ലേ. ഞാൻ എന്തായാലും ഒരു അത്യാവശ്യം ലോ ആയിട്ടുള്ള ഡിവൈസിലാണ് കളിക്കുന്നത്. ഞാൻ എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ മൈൻക്രാഫ്റ്റൊക്കെ നല്ല ലോ ആയിട്ടുള്ള ഡിവൈസിലാണ് കളിക്കുന്നത്. അതിനെക്കൊണ്ട് കുറച്ച് ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. തൽക്കാലത്തിന് ക്ഷമിച്ചാൽ മതി. ബുക്കൊക്കെ സെറ്റാക്കാം. ഇത് ഒരു 2-5-6 മാസം കൂടി കഴിഞ്ഞാൽ എനിക്കൊരു പി സിയും കാര്യങ്ങളൊക്കെ സെറ്റാക്കും. എന്താ വെച്ചാൽ എൻ്റെ വീട് പണി ഏകദേശം ഫുള്ളാവാനായി നിൽക്കുകയാണ്. അതെന്തായാലും ഫുള്ളായി കഴിഞ്ഞാൽ എൻ്റെ റൂമിലൊരു പി സി ഒക്കെ സെറ്റാക്കി നമുക്ക് ഗെയിമിംഗ് റൂം സെറ്റപ്പിലാക്കാം. ഓക്കെ. നമ്മൾ ഫേസ് റിവ്യൂട്ടും കാര്യങ്ങളൊക്കെ കൊണ്ടുവരും. ഇപ്പം എന്തായാലും എൻ്റെ വീഡിയോ കാണാൻ ആരും ഇല്ല എനിക്കറിയാം. എന്നാലും വീഡിയോ ഇട്ടിട്ട് തന്നെ അപ്പോൾ ആ ടൈമിലൊക്കെ ആകുമ്പോഴേക്കും ഇപ്പോൾ അത്യാവശ്യം നല്ല ഗെയിമൊക്കെ എക്സ്പ്ലോർ ചെയ്ത് സെറ്റാക്കേണ്ട വ്യൂവേഴ്സ് ഉണ്ട്. പക്ഷേ ആരും കമൻ്റ് ഒന്നും ഇട്ടില്ല. വ്യൂവേഴ്സ് ആകെ കിട്ടുക 39 ആൾക്കാരിട്ടാൽ 39 ആൾക്കാരിൽ 2 ആൾക്കാർ ലൈക്ക് ചെയ്യും. ആരും കമൻ്റ് ചെയ്യില്ല. അതാണ് സംഭവം. വേറൊന്നുമില്ല. അപ്പോൾ കോച്ച് നോക്കിയിട്ട് ഇവിടെ നിന്നാൽ മൂഞ്ചു. എന്തായാലും ബൈക്കും കാര്യങ്ങളും വണ്ടിയും കാര്യങ്ങളൊക്കെ എടുക്കുക. നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. ഗൈസ് നമ്മൾ കോച്ചിനോക്കിലൊക്കെ എത്തിയിട്ടുണ്ട്. എന്താ ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെ ഒരു ഭാഗത്ത് കാണുമ്പോൾ വന്നേ ഇവൻ്റെന്നും കാര്യങ്ങളൊക്കെ പുറത്താണ് വന്നിട്ട് നോക്കാം. വരിക കാണൂല ഗൈസ്. ഇവൻ്റായിട്ട് ഫുള്ള് സീനാണ്. എനിമിനെങ്കിൽ കാണണ്ടേ എന്ന് കമൻറ്റ് ബോക്സ് പറയാം. ഓക്കെ. പിന്നെ ഇവൻറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ചാടിയിട്ടുണ്ട്. ഓക്കെ. ഇവിടെ എവിടെയും കാണുന്നില്ല ഗൈസ്. നമുക്ക് എന്തായാലും എനിമിനെ കണ്ടിട്ട് വീഡിയോ ഓണാക്കാം എന്തായാലും.
നേരത്തെ പറഞ്ഞൊരു പൊട്ടത്തരം എന്താ വെച്ചാൽ ഒരു ടീമത്തെല്ലാവരും ചത്ത് ഞാൻ പറഞ്ഞില്ല ഇല്ല കേട്ടോ. അത് അങ്ങനെയാണ് കാണിക്കുക. ഒരാൾ ചത്തുണ്ട്, ബാക്കി രണ്ടാൾക്കാർക്ക് ഒരു സീനില്ല നിൽക്കുന്നുണ്ട്. പിന്നെ അറിയാതെ പറഞ്ഞതാണ്, എല്ലാത്തിനും ക്ഷമിക്കണം. എനിക്ക് അറിയില്ല പബ്ജിനെ കുറിച്ചിട്ട്. അതാണ് പിന്നെ ഞാൻ ഇപ്പോൾ വീഡിയോ ബോസാണ് പറഞ്ഞിട്ട് കുറേ സമയം വായും കൂട്ടി നിൽക്കുന്നു. നല്ല സ്മൂത്തായിട്ട് കളിക്കാം. പക്ഷെ മൊബൈലിൽ കളിച്ച സ്മൂത്തല്ല, പീസിൽ കളിക്കാൻ നല്ല കിടലായിരുന്നു. ഈ സാഹിത്യത്തിൽ വെറുതെ കോച്ചിനോക്കിൽ ഫുൾ എനിമി ഉണ്ടാവും. കോച്ചിനോക്ക് തന്നെയല്ലേ? കോച്ചിനോക്കി അല്ലേ അവിടെ ഒരു എനിമി സ്പോട്ട് ചെയ്തിട്ടുണ്ട്. സിംഗിളാട്ടെ പക്ഷേ ഇതിൻ്റെ സിംഗിളിൽ തന്നെ ഇട്ട് ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. സിംഗിൾ പക്ഷെ സിംഗിൾ ഇടുന്നതാണ് ഇത്തിരി നല്ലത്. കാരണം ആ ബുള്ളറ്റ് മുകളിലേക്കാണ് ഇതിന് മാറി കിട്ടും. ഏടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. എവിടെ ആരുമില്ലേ? അപ്പോൾ ഇവിടെ ആരുമില്ല. ഞാൻ എന്തായാലും എനിമീനൊക്കെ കണ്ടിട്ട് വീഡിയോ ഓണാക്കുക അല്ലെങ്കിൽ ചെയ്യുന്നതാണ്. നല്ല എനിമീനും കാര്യങ്ങളൊക്കെ ഇവിടെ സ്പോട്ട് ചെയ്തു. ഈ പൊട്ടത്തരം കാട്ടിട്ട് അത് തീരുമാനമായി. ഇവിടെയാണെങ്കിൽ കാറും ബൈക്കൊന്നും കാണുന്നില്ല. ഓക്കെ താങ്ക്സ്. ഇതിലെങ്ങനെ റിവൈവ് ചെയ്യേണ്ട അറിയില്ല ഗൈസ്. ഓ അടി എവിടുന്നാ? ഞാനിപ്പോൾ ഫൈറ്റ് എടുക്കില്ല നേരെ ഓടാ. വേഗം മരത്തിൻ്റെ കൂടെ കവർ എടുത്ത് അതിന് കടിയിട്ട് ഞാൻ ചാവും. ഇട്ടേ അതാ വരുന്നേ. HP തീരെ പിന്നെയും പറയുകയാണെങ്കിൽ തീരെ പബ്ജി കൊള്ളുന്നില്ല. ഇതെന്താ ഈ ഫയർ ബട്ടൺ മുകളിലേക്ക് പോണേ? ഞാൻ നേരെ എന്തായാലും എൻ്റെ അടുത്ത് ഈ കാര്യങ്ങൾ റഷ് ചെയ്യുമ്പോൾ എനിക്ക് വയ്യേ. ഇവിടെ നിൽക്കണമെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ എന്തായാലും നേരെ റഷ് ചെയ്യണം. അവിടെ ആ മണ്ടതൊന്നും നിൽക്കുന്നില്ല. തേങ്ങ കുത്തിരുന്ന വണ്ടി തന്നെ. പല ടീമിൽ എത്ര വെക്കണ്ട? ഒന്ന് രണ്ടാൾക്കാർ ഇപ്പം ഉണ്ട്. ഒരാൾ ചത്തു ഒട്ടും കാര്യങ്ങൾ പഠിക്കട്ടെ. ഓ ഞാൻ മെല്ലെ നീങ്ങിട്ടില്ലേ? മതി അത് മതി തൽക്കാലം. ഒരു വെയിറ്റ് എടുക്കാനുള്ള ഹെൽത്ത് അങ്ങനെയാണെങ്കിൽ ഓടും കാര്യങ്ങളൊക്കെ ഞാൻ അവൻ്റെ അടുത്ത് എത്തിയിട്ടാണ് ഫേസ്. ഇപ്പം തന്നെ വീഡിയോ നോണ്ട എൻ്റെ തൊട്ടടുത്തുണ്ട്. അതല്ല വന്ന അവിടേക്ക് വിട്ടു ഞാൻ കാണിച്ചു തരും. അതെ ഇവിടുന്ന് അടിയിട്ടെന്ന് മനസ്സിലായിട്ടില്ല. ഓക്കെ ലോക്കും കില്ലും കാര്യങ്ങളൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട്. കില്ലും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അവനെന്തായാലും ചത്തിട്ടുണ്ട്. അടുത്ത എനിമീനെ കാണുന്നവരെ ബൈ. അപ്പോൾ ഈ സോണും കാര്യങ്ങളൊക്കെ വന്ന് നമ്മൾ ഏകദേശം കട കാണിട്ടുണ്ട്. ഓടാം ഇല്ല 32 സെക്കൻഡ് ഈ സോൺ ഇങ്ങനെ പോയിക്കൊണ്ടേ നിൽക്കും. ലാസ്റ്റ് സോൺ വരും. 32 സെക്കൻഡ് എന്നല്ലേ? എന്തെങ്കിലും മഡ് പിടിക്കണമല്ലോ.
കുറേ വെറൈറ്റി മെഡൊക്കെ ഉണ്ട് പറയുന്നുണ്ട്. ഈ മെഡ് അത് കുറച്ച് കൂടുതൽ ഹെൽത്ത് കേട്ടോ. നിൽക്കണ്ട ഓടിക്കൊണ്ട് നിൽക്ക്. ഇവിടെ വണ്ടി നിങ്ങളുടെ അടുക്കന് ഇവിടെ വണ്ടി ഒന്നും ഇപ്പോൾ കാണില്ല കേട്ടോ. സീരിയസ് ആയിട്ട് അതെന്തൊക്കെ ടാർഗറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ മെഡിക്കറ്റ് ഒറ്റൊന്നാണെങ്കിൽ ഇതിൽ ഫ്രീ ഫയർത്ത് കാണാൻ എല്ലാം ഇതിൻ്റെ സോണിൻ്റെ സ്പീഡ് നല്ല സ്പീഡും കാര്യങ്ങളൊക്കെയാണ്. നല്ല HP കാര്യങ്ങളൊക്കെ വേഗം വലിക്കുകയും ചെയ്യും. മിക്കവാറും ഞാൻ ഇപ്പോൾ സോണിൻ്റെ ഉള്ളിൽ കുടുങ്ങി തന്നെ ആവും. ഓക്കെ, വേറൊരു മണ്ടനൊക്കെ സോണിൻ്റെ ഉള്ളിലേക്കല്ല എടുത്തിക്കായിരുന്നു. എത്താനേ വേഞ്ചൽ ഓട്. പിന്നെ എത്രയൊക്കെ ഉണ്ട്? 1 മിനിറ്റ് ഉണ്ട്. വേഗം ഓടി തള്ളടോ തേങ്ങി. ഇതാണ് മെല്ലോട്ട് ഓടുന്നത്. ഇതിൻ്റെ സ്പീഡ് കുറവാണ്. അതൊക്കെ എൻ്റെ ടീമേറ്റാണെന്ന് വന്നിട്ട് ഏത് കാട്ടിക്കട പോണേന് മുമ്പേ നേരെ പോ. വേഗം പോ. എൻ്റെ തലയൊക്കെ ഇപ്പം മരത്തിൻ്റെ ഒട്ടി നിൽക്കും. പറക്കുന്നുണ്ട്. എന്താ ഫൈറ്റാ? എന്താ സംഭവം? വെറുതെ ഇറങ്ങുന്നേ. ഡ്രോപ്പാ. എന്തായാലും ഇപ്പോൾ പോയി എടുത്തിട്ട് നമുക്ക് കുഴപ്പമില്ലാത്തൊരു ഗണ്ണും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ഗണ്ണാണ്. അതെ, ഫൈനൽ സോൺ ഇവിടെയാണ്. ടാങ്കല്ല ഇത് ഇപ്പോൾ ഓടിക്കാൻ പറ്റുമോ? പുതിയ ഇവൻറ്റിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ടാങ്കുള്ള മറ്റാണെന്നൊക്കെ പറഞ്ഞാൽ ഓടിക്കാൻ പറ്റുമെങ്കിൽ കിടിലോ. ഓടിക്കാൻ പറ്റണേ ഇല്ല, ഓടിക്കാൻ പറ്റില്ല. എന്തോ ഒരു സംഭവം ഉണ്ടെന്ന് ഓടിക്കാൻ പറ്റുന്നത്. ഓക്കെ, എന്തായാലും 5 ആൾക്കാർ ഇന്നുണ്ട്. കുറച്ചുകൂടെ എനിമിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇരുന്ന് വൈബ്രേറ്റ് ആയിരുന്നത് ഒന്നും കണ്ടില്ല. റീലോഡിങ് ടൈം നല്ല കൂടുതലാണ്. നിർത്തുന്നത് അവിടെ കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും നമ്മൾ ഫസ്റ്റത്തെ ചിക്കൻ ഡിന്നറും കാര്യങ്ങളും ഫസ്റ്റത്തെ അല്ലാതെ ഞാൻ 4ാമത്തെ 5ാമത്തേക്കാണ് ചിക്കൻ ഡിന്നറും കാര്യങ്ങളൊക്കെ ഡാൻസ് നല്ല ഗെയിം പ്ലേ ആണെങ്കിൽ എല്ലാവരും കമൻറ്റിൽ അറിയിക്കാം. നമുക്ക് എന്തായാലും ഫ്രണ്ട്സായിട്ട് കളിക്കാം. സീനാണ്. ഓക്കെ, എന്തായാലും ഇവിടെ കളി വീഡിയോയും കാര്യങ്ങളൊക്കെ അവിടെ നിർത്തണം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത്രയുള്ളൂ, വേറൊന്നുമില്ല. എന്തായാലും